സംസ്ഥാന ബി.ജെ.പി. ഭാരവാഹികളെ അടിമുടി മാറ്റാനൊരുങ്ങി പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അപ്രതീക്ഷിത നേതാക്കൾ സംസ്ഥാനതല ഭാരവാഹികളാകും. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള പുതുമുഖങ്ങളെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചെന്നാണ് വിവരം. തൃശൂർ പാർട്ടിക്ക് പാർലമെന്ററി വിജയം സമ്മാനിച്ചതിൽ നേതൃത്വ പങ്ക് വഹിച്ച ജില്ലാ പ്രസിഡന്റ് കെ അരീഷ് കുമാറിനെയും ജനറൽ സെക്രട്ടറിയാക്കും. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് RSS പ്രചാരകനെ തിരികെ കൊണ്ടുവരാനും ധാരണയായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് VS അനുവാണ് ചേർന്നത്. അനു, ഗുഡ് മോർണിംഗ്. ഈ BJP-യെ സംബന്ധിച്ച് എല്ലാ സമയത്തും സർപ്രൈസുകൾ കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അത് ഈ അധ്യക്ഷന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ചുമതലകളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ സംസ്ഥാന തലത്തിൽ ആദ്യമൊക്കെ ഉരുണ്ടുകൂടുന്ന ചർച്ചകളെയൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിലായിരിക്കും പിന്നീട് വരുന്ന ഈ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കപ്പെടുന്നവരും അവരുടെ പേരുകളും അവരുടെ മുഖവുമൊക്കെ. ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെ സ്ഥാനം പിടിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്? പറയാമോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. യഥാർത്ഥം BJP-യിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന പോലെ അപ്രതീക്ഷിത ജനറൽ സെക്രട്ടറിമാരും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേറ്റവും പ്രധാനം PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ടാണ് ഇരുവരും BJP-യുടെ ഭാരവാഹികൾ ആയി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനം. അതുവഴി ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം കൂട്ടാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ജയത്തിന് പോലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഒരു BJP-യിലേക്കുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലേക്കുള്ള ഒരു കടന്നുവരവാണ്. അദ്ദേഹത്തിന് വോട്ട് നൽകിയതാണ്. അതേ സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് ഷോൺ ജോർജിനെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്തിക്കുക വഴി രാജീവ് ചന്ദ്രശേഖരനും BJP-യും ലക്ഷ്യമിടുന്നത്. ഷോൺ ജോർജിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാനാണ് തീരുമാനം. മറ്റൊന്ന്, തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് അപ്രതീക്ഷിത വിജയം സമ്മാനിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ച അന്നത്തെ BJP ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കെ അനീഷ് കുമാറിനെയും ജില്ലാ സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള തീരുമാനവും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ഇങ്ങനെ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുള്ള ഒരു നീക്കത്തിലാണ് രാജീവ് കളമൊരുക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. നമ്മൾ ന്യൂസ് മലയാളവുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞിരുന്നു, യുവാക്കളെ കൂടുതൽ പാർട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് 2 പേരുടെ പേരുകളാണ് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സുരേഷ് കുമാറാണ്. അതുകൂടാതെ BJP-യുടെ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VV രാജേഷ്. ഈ 2 പേരിൽ ഒരാളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കാനും രാജീവിനൊപ്പം. മാത്രമല്ല, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പ്രസംഗം പോലും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. കാരണം സാധാരണ ഈ BJP-യുടെ അധ്യക്ഷന്മാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ അധ്യക്ഷന്മാരൊക്കെ ചുമതലയേറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ തല പ്രസ്താവനകളൊന്നും വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്നുണ്ടായില്ല. വികസനത്തെ മുൻനിർത്തിയുള്ള വികസന കാഴ്ചപ്പാടുകളെ മുൻനിർത്തിയുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പോൾ തന്നെ പാർട്ടിയെ അടിമുടി ഉടച്ചു വാർക്കാൻ അല്ലെങ്കിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടതുമാണ്. ഈ മറ്റ് നേതാക്കൾക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, MT രമേശ് അടക്കമുള്ള നേതാക്കളുണ്ട്. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ പരിഗണനയിൽ ഉണ്ടായിരുന്നവരാണ്. ഇവരെയൊക്കെ ഏത് തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാനാണ് നിലവിലെ തീരുമാനം? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടോ? സേതു, MT രമേശ് അദ്ദേഹത്തെ നിലവിൽ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒരു പക്ഷേ ഒഴിവാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ കൂടെ നിർത്താനുള്ള നീക്കവും കൂടെ രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്നുണ്ട്. നിലവിൽ RSS-ന്റെ പ്രചാരകൻ BJP-യുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ അത് മാറ്റി. അതായത് RSS അവരുടെ എല്ലാ പ്രചാരകന്മാരെയും BJP-യിൽ നിന്ന് തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദേശീയ തലത്തിലെ തീരുമാനം എന്താണ് സംസ്ഥാന നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു പതിവ് രാജീവ് ചന്ദ്രശേഖരൻ മാറ്റുന്നു. RSS-ന്റെ ഒരു പ്രചാരകനെ BJP-യുടെ ജനറൽ സെക്രട്ടറിയായി കൊണ്ടുവരാൻ അദ്ദേഹം ധാരണയായിരിക്കുന്നു. പക്ഷേ RSS-ന്റെ പ്രചാരക് ബൈഠക്ക് ജൂണിലാണ് നടക്കുക. ജൂണിൽ BJP-യിലേക്കുള്ള RSS-ന്റെ പ്രചാരകന്മാരെ, അതായത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കും. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രചാരകനായിട്ടുള്ള ജയകുമാറിനെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ
സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയിലേക്ക് കേൾക്കുന്നത്. അദ്ദേഹം വന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്നില്ല എങ്കിൽ MT രമേശിനെ കൂടുതൽ പദവികൾ നൽകി, അല്ലെങ്കിൽ കൂടുതൽ ചുമതലകൾ നൽകി അദ്ദേഹത്തെ ഇതിൻ്റെ ഈ സംഘടന ചുമതലയൊക്കെ നൽകി ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതേസമയം ഈ ജോർജ് കുര്യൻ ഈ കേന്ദ്രമന്ത്രി ആയതോടുകൂടി അദ്ദേഹം ഈ പറയുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിയും. അവിടേക്ക് ഒരു ക്രൈസ്തവ പ്രതിനിധി എന്ന രീതിയിൽ ഷോൺ ജോർജ് വരും. അതുകൂടാതെ ഇപ്പോൾ P. സുധീർ, അദ്ദേഹം ഒരു SC വിഭാഗത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൂടാതെ ഇനി ആരൊക്കെ ഒഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പാലക്കാട് നിന്നുള്ള കൃഷ്ണകുമാർ ഒരു പക്ഷേ അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായി ഇപ്പോൾ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസംഗമല്ല, പകരം ഏറെ ശ്രദ്ധേയമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസംഗമാണ്. സുരേഷ് ഗോപി പറഞ്ഞത് K. സുരേന്ദ്രനിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരൻ ഈ ബാറ്റൺ വാങ്ങിയ ആ നിമിഷം ഒരു വലിയ മാറ്റം ഈ സംസ്ഥാന BJPയിൽ വരുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ഒരു മെസ്സേജ് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നു. ആ മെസ്സേജിലേക്കുള്ള പുതിയ ഒരു നേതൃത്വത്തെ, ഒരു പുതിയ ഭാരവാഹികളെ രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവരുന്നു. സംസ്ഥാന BJPയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ ആകപ്പാടെ, അല്ലെങ്കിൽ ഗ്രൂപ്പുകളെ ആകപ്പാടെ മാറ്റുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ VV രാജേഷ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ പോലും അല്ലെങ്കിൽ VV രാജേഷ് സംസ്ഥാന BJPയിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന, അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന പേരാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും ഈ സംസ്ഥാന BJP ഭാരവാഹികളെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് പുതിയ അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ സ്പോട്ട്ലൈറ്റിൽ കഴിഞ്ഞ ദിവസം ഈ രാജീവ് ചന്ദ്രശേഖർ BJP തലപ്പത്തേക്ക് എത്തുമ്പോൾ, സംസ്ഥാന BJPയുടെ അധ്യക്ഷനായി അമരക്കാരനായി വരുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ പാർട്ടിയുടെ അധ്യക്ഷന്മാരായി വരുന്നവരൊക്കെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരാകും. എല്ലാ വിഷയങ്ങളിലും അഗാധമായ അറിവും, എല്ലാ പ്രാദേശിക നേതാക്കളെ പോലും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന അത്രയും പരിചയമുള്ള ആൾക്കാർ, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും സർവസ്വം അറിയാവുന്നവരൊക്കെയാണ് സാധാരണ ഈ അധ്യക്ഷന്മാരായി വരിക. പക്ഷേ ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ കേസിൽ അങ്ങനെയല്ല, അദ്ദേഹം താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരാളല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാകും ഇനി മുന്നിലുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ആവും ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുക, എന്തൊക്കെയായിരിക്കും ഇനി ഈ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികൾ വരുന്നെങ്കിൽ അത് വരിക, ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ എന്തൊക്കെയാകും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോർമുലകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പോകെ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു BJP ഭാരവാഹികളെ അടിമുടി മാറ്റാൻ ഒരുങ്ങുകയാണ് അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളത്. അതിൽ ഉൾപ്പെട്ട പുതുമുഖങ്ങളെ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാകാൻ സാധ്യതയുള്ള പുതുമുഖങ്ങളുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും പ്രേക്ഷകരിലേക്ക് വളരെ വിശദമായി എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് VS അനു.